ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ ഞാൻ LBS MC എൻട്രൻസ് എക്സാം എഴുതിയപ്പോൾ പഠിച്ച യൂസ് ചെയ്ത റിസോഴ്സസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇതിൽ ഞാൻ പഠിച്ച എനിക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്ന റിസോഴ്സസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും സെയിം ടൈപ്പ് ഓഫ് റിസോഴ്സസ് ഓർ വീഡിയോസ് ഒന്നും ഇഷ്ടപ്പെടത്തില്ല. ഓരോരുത്തർക്കും അവരുടേതായ പ്രിഫറൻസ് കാണും. അപ്പോൾ ഞാൻ എൻ്റെ പ്രിഫറൻസ് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചാനൽ നെയിംസ് ആൻഡ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അത് വെച്ച് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് റിസോഴ്സസ് ഒക്കെ കളക്ട് ചെയ്യാം. കൂടുതൽ റിസോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ് യൂട്യൂബ് ചാനലിലൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് റാങ്ക് 100 ആയിരുന്നു, മാർക്ക് 77 സംതിങ്. ഞാൻ കൂടുതൽ ടോപ്പിക്സ് സ്കിപ്പ് ചെയ്തു എൻട്രൻസ് എക്സാമിന് പഠിക്കുമ്പോൾ. ബിക്കോസ് എനിക്കുള്ള ഒരു ബാഡ് ഹാബിറ്റാണ്, ഒരു ടോപ്പിക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പഠിക്കത്തില്ല. അത് എത്ര വലിയ എക്സാം ആയിരുന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്ക് പഠിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ ടോപ്പിക്സ് സ്കിപ്പ് ചെയ്തിട്ടാണ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയത്. ഞാൻ പഠിച്ച ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ അറ്റൻഡ് ചെയ്യാനും പറ്റി, അതിൽ നല്ല മാർക്കും കിട്ടി. സോ ഞാനിപ്പോൾ എൻ്റെ റിസോഴ്സസൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ പഠിക്കാൻ യൂസ് ചെയ്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അത് പഠിക്കാൻ യൂസ് ചെയ്തത് ഫീൽ ഫ്രീ ടു ലേൺ യൂട്യൂബ് ചാനലാണ്. അത് 2 ടൈപ്പ് ഉണ്ട്, ഒന്ന് തമിഴിലുണ്ട് ഇംഗ്ലീഷിലുണ്ട്. അതിനോ നിങ്ങൾക്ക് തമിഴ് പഠിക്കാൻ കുറച്ച് പാടായിരിക്കും, ബിക്കോസ് എല്ലാവരും മലയാളീസാണ്, മാക്സിമം എല്ലാവരും മലയാളീസാണ് ഈ എക്സാം എഴുതുന്നത്. സോ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ തമിഴ് വേർഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വേർഷൻ യൂസ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ചാനൽസും റെഫർ ചെയ്യാം. ഫീൽ ഫ്രീ ടു ലേൺ, ഇതിൽ തമിഴുണ്ട് ഇംഗ്ലീഷും ഉണ്ട്. തമിഴിൽ നിന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് തമിഴ് വരും, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് വരും. ഇതാണ് തമിഴ് ചാനൽ. തമിഴ് ചാനലിലാണെങ്കിൽ പ്ലേലിസ്റ്റിൽ ഇത് ഫുള്ളും ബാങ്ക് എക്സാം ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഫ്രം ദ ബേസിക്സ് പറഞ്ഞു തരും. ആൻഡ് ഇതിലാണെങ്കിൽ കൂടുതൽ ഫോർമുലാസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ടൈം ഉള്ളത് കൊണ്ട് ഇങ്ങനത്തെ ചാനൽസൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് പഠിക്കാം. ഇപ്പോൾ ഇംഗ്ലീഷ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ ഇംഗ്ലീഷ് ചാനൽ വരും. ഇംഗ്ലീഷ് ചാനലിലും കുറേ വീഡിയോസ് ഉണ്ട് ക്വാണ്ട് ബേസ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ക്വാണ്ടിന് യൂസ് ചെയ്ത ഒരു ചാനൽ. പിന്നെ കമ്പ്യൂട്ടർ ഓർഗനൈസേഷന് യൂസ് ചെയ്തതാണ് ശാസ്ത്ര ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി സംതിങ്, ശാസ്ത്ര ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ഒരിതാണ് ഞാൻ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ അത് പഠിക്കാൻ യൂസ് ചെയ്തത്. ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി, അവരുടെ ആ ഒരു പ്ലേലിസ്റ്റ് വരും. കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ, ശാസ്ത്ര ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇതെടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഇതിലുള്ള നമ്മളുടെ സിലബസിലുള്ള മാക്സിമം എല്ലാ ടോപ്പിക്സും കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് എല്ലാം തന്നെ ഈ ഒരു പ്ലേലിസ്റ്റിലുണ്ട്. പിന്നെ അടുത്തുള്ളത് DBMS ആണ്, ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അത് ഞാൻ പഠിച്ചത് എൻ്റെ സ്വന്തം നോട്ട്സ് വെച്ചിട്ടായിരുന്നു. ബിക്കോസ് ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അപ്പോൾ UGയിൽ ഞങ്ങൾക്കൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, ഒരു സെമസ്റ്ററിലുള്ള സബ്ജക്റ്റാണ് DBMS. അപ്പോൾ അതിലുള്ള ടോപ്പിക് മാത്രമാണ് പഠിച്ചത്. പിന്നെ ഇടയ്ക്ക് ഡൗട്ട് വരുമ്പോൾ മാത്രം എന്തെങ്കിലും വീഡിയോസൊക്കെ റെഫർ ചെയ്യും. അത് ഏത് ടോപ്പിക്കിലാണോ നമുക്ക് ഡൗട്ട് വന്നത് ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് അടിച്ചു കൊടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോർമലൈസേഷൻ ആണെങ്കിൽ നോർമലൈസേഷൻ അടിച്ചിട്ട് നിങ്ങൾക്ക് നോർമലൈസേഷൻ ഇൻ DBMS തമിഴാണോ മലയാളമാണോ ഇംഗ്ലീഷ് ഹിന്ദി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ഏതാണോ അത് അടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ മലയാളം ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ മലയാളത്തിലുള്ള വീഡിയോസൊക്കെ വരും. ഇനി തമിഴിൽ നിന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തമിഴിലുള്ള വീഡിയോസൊക്കെ വരും. അത് വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് DBMS വേണമെങ്കിൽ നമ്മളുടെ പീക്ക് ടൈം ലേണേഴ്സിൽ തന്നെ റെഫർ ചെയ്യാം, ബിക്കോസ് DBMS കംപ്ലീറ്റ് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രോബ്ലം സോൾവിങ് അതും ഞാൻ സ്വന്തമായിട്ടാണ് പഠിച്ചത്. അതിൻ്റെ വീഡിയോസും പീക്ക് ടൈം ലേണേഴ്സിലുണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ആൻഡ് അതിൽ ഒത്തിരി ബേസിക്സ് ഇല്ല, ലൈക്ക് പ്രോഗ്രാമിങ് അത് ബേസ്ഡ് ഒന്നും ഇല്ല കൂടുതൽ, അത് തന്നെ അപ്ലോഡ് ആക്കാൻ ട്രൈ ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മാത്സ് ആണ്. മാത്സിന് ഞാൻ ഫസ്റ്റ് തിങ് കൂടുതൽ റെഫർ ചെയ്തത് എൻ്റെ +1 +2 ടെക്സ്റ്റ് ബുക്സ് ആണ്. മാത്സ് ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്, അതിലുള്ള ടോപ്പിക്സൊക്കെയാണ് ഞാൻ പഠിച്ചത്. ആൻഡ് അതിലുള്ള ഫോർമുലാസാണ് ഞാൻ യൂസ് ചെയ്തത് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ പറ്റൂല, യൂട്യൂബ് തന്നെ വേണമെങ്കിൽ NIMCETയുടെ ഒരു എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ യൂട്യൂബ് ഉണ്ട്. അതിൽ മാക്സിമം നമ്മളുടെ മാത്സിൽ വരുന്ന എല്ലാ ടോപ്പിക്സും തന്നെ കവറാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പഠിക്കാം. MCA എൻട്രൻസ് എക്സാം മാത്സ് കംപ്ലീറ്റ് കോഴ്സ്. ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ കുറേ വരും, പക്ഷേ അതൊന്നും നമ്മളുടെ ആയിരിക്കത്തില്ല. ഇതിൽ
നമ്മളുടേത് കുറവാണ്, LBS MCAയുടെ കുറവാണ്. വേറെ നോർത്ത് ഇന്ത്യൻസിൻ്റെ ചാനൽസൊക്കെ കുറേ ഉണ്ട്. ഹിന്ദി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, പിന്നെ തെലുങ്ക്, കന്നഡ, ഇങ്ങനെ കുറേ ലാംഗ്വേജസ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അതെടുത്ത് പഠിക്കാം. ഞാൻ ഇതിൽ യൂസ് ചെയ്തത് NIMCETയുടെ ഒരു പേജാണ്. ഈ ഒരു പ്ലേലിസ്റ്റാണ് ഞാൻ യൂസ് ചെയ്തത്, ലേൺ ടെക് ടു ടെക് പ്ലേലിസ്റ്റ്. ഇതിലാണെങ്കിൽ ഓൾജിബ്ര, ഇൻഡിസസ്, ലോഗരിതമിക്സ്, പിന്നെ എല്ലാം ഉണ്ട്. നമ്മളുടെ സിലബസിലുള്ള മാക്സിമം എല്ലാം ഉണ്ട് ഇതിൽ. ഇത് ഓൾജിബ്രയ്ക്ക് വേണ്ടി ഇട്ട പ്ലേലിസ്റ്റാണ്. വേറെ സെപ്പറേറ്റ് ടോപ്പിക് വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് അടിച്ചു കൊടുക്കാം. നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഈ ഒരു പ്ലേലിസ്റ്റ് ഒരു വീഡിയോ കണ്ട് നോക്കൂ. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ടോപ്പിക്ക് സെർച്ച് ചെയ്യുമ്പോൾ സെർച്ച് വിത്ത് ദിസ് ചാനൽ നെയിം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ കോർഡിനേറ്റ് ജോമെട്രിയാണ് വേണ്ടതെങ്കിൽ കോർഡിനേറ്റ് ജോമെട്രി ക്ലാസ്സസ് ബൈ ലേൺ ടെക് ടു ടെക് അങ്ങനെ അടിച്ചു കൊടുത്താൽ ഇവരുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് വരും. പിന്നെ ഉള്ളത് കറണ്ട് അഫയേഴ്സ് ആൻഡ് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ഞാൻ പഠിച്ചില്ല, ബിക്കോസ് കറണ്ട് അഫയേഴ്സ് ആൻഡ് ഇംഗ്ലീഷ് രണ്ടും 5-5 മാർക്കിനാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്തില്ല. പിന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ലിങ്ക് ഉണ്ടായിരുന്നു, ആ ലിങ്കാണ് ഞാൻ യൂസ് ചെയ്തത്. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. കറണ്ട് അഫയേഴ്സിൻ്റെ ലിങ്ക് ഇത് ഓപ്പൺ ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അതിൽ ഈ 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മന്ത്ലി കറണ്ട് അഫയേഴ്സ് കിട്ടും. കറണ്ട് അഫയേഴ്സ് ക്വിസ് ഫെബ്രുവരി, ജനുവരി 2025, ഡിസംബർ 2024, ഇങ്ങനെ കുറേ കിട്ടും. അപ്പോൾ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ് ഒരു പ്രീവിയസ് ഒരു 4 to 5 ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിലുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസൊക്കെ ഫ്രം വിച്ച് മന്ത്, ഏത് മന്ത് തൊട്ട് ഏത് മന്ത് വരെയുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് ഒന്ന് അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്തിട്ട് അത് ബേസ് ചെയ്യുമ്പോൾ നമുക്കൊരു പാറ്റേൺ മനസ്സിലാവും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഇയറിൻ്റെ കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാം. കറണ്ട് അഫയേഴ്സ് 5 മാർക്സിനാണ് വരുന്നത്. പിന്നെ ഇംഗ്ലീഷും 5 മാർക്സാണ്. ഇംഗ്ലീഷ് ഞാൻ പ്രിപ്പയർ ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒന്നും അറിയത്തില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യാം. യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ കുറേ വീഡിയോസ് ഉണ്ട് ഇംഗ്ലീഷിനൊക്കെ. പിന്നെ ഈ പീക്ക് ടൈം ലേണേഴ്സിൽ തന്നെ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു വീഡിയോ കണ്ട് നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ബാക്കി ഈ ചാനലിൽ നോക്കിയാൽ മതി. LBS MC Entrance 2024 എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, പിന്നെ കുറേ ടോപ്പിക്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദെൻ 2025 ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് അപ്ലോഡ് ആക്കിയിട്ടുള്ളത്. ടൈം കിട്ടുമ്പോൾ ബാക്കി ടോപ്പിക്സും കൂടി അപ്ലോഡ് ചെയ്യാം. താങ്ക്